ഹലോ! പൊഞ്ചിയുടെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനുള്ള പരിപാടികളൊക്കെ തലേദിവസം തന്നെ ഞാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. കാരണം അന്നത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ എനിക്ക് വെപ്രാളാവും. അതുകൊണ്ട് ബലൂൺസൊക്കെ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി ഇങ്ങനത്തെ ബലൂൺസൊക്കെ ഞാൻ വീർപ്പിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടുക്കി വെച്ചു തൂക്കണതിന് മുമ്പ്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് എടുത്തെടുത്ത് തൂക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പിറ്റേ ദിവസം പൊഞ്ചിയുടെ ബർത്ത്ഡേയുടെ അന്ന് 23-ാം തീയതി ഞങ്ങൾ കുറച്ച് ബലൂൺസും കുറച്ച് ജ്യൂസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. ആദ്യം എത്തിയത് ഫുഡൊക്കെ ആയിട്ട് സ്റ്റാൻലി ചേട്ടനാണ് കേട്ടോ. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തേക്കുമായിരുന്നു ചെയ്തത്. റഹീന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയും ഇറച്ചിപ്പത്തിരിയാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ ഇറച്ചിപ്പത്തിരി ആണെങ്കിൽ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ബിരിയാണിയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബിരിയാണി. പിന്നെ നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റൊക്കെ ആയിട്ട് മേടിച്ചത്. കാരണം അപ്പോൾ പ്ലേറ്റ് പിന്നെ കഴുകി ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ സ്റ്റാൻലി ചേട്ടൻ വന്നപ്പോഴത്തേക്കും കുറേ ബീഫ് പുരട്ടിയത് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ മുട്ട ഉണ്ട്, സാലഡുണ്ട്, അച്ചാറുണ്ട്. ഇതെല്ലാം റഹീന എന്നെ കൊടുത്തു വിട്ടേക്കണതാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടിയോട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ കൂട്ടത്തിൽ മുട്ട നമുക്ക് കിട്ടും കേട്ടോ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം നമ്മുടെ തെക്കോട്ടുള്ള സ്ഥലങ്ങളിലാണ് ബിരിയാണിയുടെ അകത്തൊരു മുട്ട ഉണ്ടാവുക. മലബാർ ഏരിയയിട്ട് മുട്ട ഉണ്ടാവില്ല. അപ്പോൾ മുട്ടയും കൂടെ തന്നു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് അത് തോന്നി കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് ഒരു ഗുജറാത്തി ചേച്ചിയുടെ അടുത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി അത് ആത്തി റിവർ നമ്മൾ താമസിക്കുമ്പോൾ ഉള്ള പരിചയമാണ്. അപ്പോൾ ആത്തി റിവറിൽ നിന്ന് ഹരിയൊക്കെ വന്നപ്പോഴത്തേക്കും മേടിച്ചുകൊണ്ട് വന്നു. ഇവിടെ ആണെങ്കിൽ അശ്വതിയും ഐശ്വര്യയും ഇരിപ്പുണ്ട് കേട്ടോ. റിനി ആണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ട് നാട്ടിൽ പോയേക്കോ. ഞാനത് പറഞ്ഞായിരുന്നില്ലേ നിങ്ങളോട്. അപ്പോൾ പൊഞ്ചി ആണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊഞ്ചിക്കാണെങ്കിൽ കേക്ക് മുറിക്കാനങ്ങ് ധൃതിയാണ്. അപ്പോൾ റോബിൻ ചേട്ടനും കൂടെ വരാനുണ്ട്. എന്നിട്ട് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. പൊഞ്ചിയും സാൻവിക്കുട്ടിയും സമ്മറും മാത്രമാണ് ഇവിടെ കുട്ടികളുള്ളത്. അപ്പോൾ കുഞ്ഞുവാവ ഇരുന്നിട്ട് ഇവിടെ തകർത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇറച്ചിപ്പത്തിരി. അപ്പോൾ ഇറച്ചിപ്പത്തിരി നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് കേട്ടോ. നല്ല തിക്കാണ് കേട്ടോ. നല്ല തിക്ക് ലെയറാണ്. അപ്പോൾ ഒരു കേക്കൊക്കെ പോലെയാണ് കേട്ടോ അതിങ്ങനെ മുറിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എടുത്തെടുത്ത് കഴിച്ചാൽ മതി. മുറിച്ച് വരെ അവൾ വെച്ചിട്ടുണ്ട് റഹീന. നാട്ടിൽ നിന്ന് പോന്നിട്ട് നമ്മൾ അധികം കഴിക്കാത്തൊരു സാധനമാണ് ഈ ഇറച്ചിപ്പത്തിരി. അപ്പോൾ ഞാനാണെങ്കിൽ കാസർഗോഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഞാൻ ആദ്യമായിട്ട് റഹീനേൻ്റെ അടുത്ത് നിന്നാട്ടോ കഴിക്കണത്. ഒരു ഈദിനാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും വന്നിട്ട് പറഞ്ഞു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്കത് ഓർഡർ ചെയ്ത് വരുത്തിക്കുന്നത്. അപ്പോൾ റഹീന ഈ ബിസിനസ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ഇതുണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ ഇത് വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് കട്ട്ലേറ്റ്, സമൂസ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയായിരുന്നേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ മേടിച്ച് ട്രൈ ചെയ്യാം കേട്ടോ. 1685 രൂപ അത്രയൊക്കെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ പൊഞ്ചി ആറ്റുനോറ്റിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ. പൊഞ്ചിക്കാണെങ്കിൽ കേക്ക് മുറിക്കണം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിഷയമാണ് കേട്ടോ. അപ്പം പൊഞ്ചിയുടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഡ്രസ്സിന് ഭയങ്കര വിലയാണ്. 4500 ഷില്ലിങ്സാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ വില. ഈ ബർത്ത്ഡേ എന്താ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാം ബർത്ത്ഡേ നമ്മൾ നാട്ടിലായിരുന്നുകൊണ്ട് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. പിന്നെ അടുത്ത ബർത്ത്ഡേ, സെക്കൻഡ് ബർത്ത്ഡേ കരീബ് ഹോംസിലായിരുന്നു. അത് ഞങ്ങളിങ്ങ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബഡ്ജറ്റൊക്കെ ആകെ തെറ്റിയിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികം സെലിബ്രേറ്റ് ചെയ്തില്ല. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് തേർഡ് ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും മനുവേട്ടൻ്റെ അച്ഛൻ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അതും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഫോർത്ത് ബർത്ത്ഡേ എങ്കിലും സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പൊഞ്ചി ഇപ്പോൾ വലിയ അറിവ് വെച്ചു. അപ്പോൾ അവൾക്ക് ഈ ടി വിയിലൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ എല്ലാവരുടെയും ബർത്ത്ഡേ സെലിബ്രേഷന് പോകുമ്പോൾ ഒക്കെ അത് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമോ എന്ന് എപ്പോഴും ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളത് കുറച്ച് അത്രയും വലുതായിട്ടാണല്ലോ കേട്ടോ, എന്നാലും കുറച്ചൊരു 10-15 പേരെങ്കിലും വിളിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ 15 പേരെ വിളിച്ചിട്ട് ആകെ നമുക്ക് വന്നത് 7-8 പേരാണ് കേട്ടോ. ബാക്കി എല്ലാവരും വന്നിട്ടില്ല കേട്ടോ. ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിപ്പോയി. ഇനി കുറച്ച് നേരം ഫോട്ടോ സെഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് കേക്ക്, പൊഞ്ചിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോയുടെ പുറകെ നിൽക്കുന്ന സ്ഥലം മാത്രമാണ് ഫോട്ടോയിൽ വരുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഒത്തിരി ബലൂൺസ് മേടിച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് എന്താ കാര്യം. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും അങ്ങനെ ഈ ബലൂൺസ് ഇങ്ങനെ തൂക്കിയില്ല കേട്ടോ. കേക്ക് മുറിച്ചപ്പോഴത്തേക്കും പൊഞ്ചി ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതുകൊണ്ട് ഭയങ്കര ഡാൻസൊക്കെയാണ്. ഇറച്ചിപ്പത്തിരിയും കേക്കും പിന്നെ ബീഫ് ഉലർത്തിയതും ഒക്കെ തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും വയർ കുറേ ഫുള്ളാണ് കേട്ടോ. അപ്പം പതുക്കെ ഫുഡ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഐശ്വര്യയാണെങ്കിൽ സാൻവിക്കുട്ടിക്ക് കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അശ്വതി അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ടി വിയിൽ അവർ പാട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഫുൾ മ്യൂട്ടാക്കി വെച്ചേക്കുന്നത്. കാരണം അതൊക്കെ കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവിടുത്തെ
ശബ്ദങ്ങളൊന്നും ഉണ്ടാവാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ആതിർവറിന്ന് മാറിയായിരുന്നു. ഇപ്പോൾ നമ്മൾ വയാക്കിവേ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതൊരു ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹോം ടൂറൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അതിനൊന്നും സമയം കിട്ടില്ല. നമ്മൾ ആകെ വന്നിട്ട് ഇപ്പോൾ 20 ദിവസം ഏതാണ്ട് ആയിട്ടുള്ളൂ. നമ്മൾ ഡിസംബർ 1-ാം തീയതി ആ സമയത്തൊക്കെയാണ് കേട്ടോ വന്നത്. അപ്പോൾ വീട് മാറുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അറിയാമല്ലോ. വീട് മാറി കഴിഞ്ഞപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഭയങ്കര ധൃതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം സമയമില്ല, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പൊഞ്ചിക്കാണെങ്കിൽ അവിടെ ആദ്യ റിവർ കെനിയക്കാരാണെങ്കിലും ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഒരു ഫ്രണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാൻവിക്കുട്ടീനെ കണ്ടപ്പോൾ സ്വർഗ്ഗം പോലെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. ഇപ്പോൾ സ്റ്റാൻലി ചേട്ടൻ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു മുട്ട വെച്ചു, മുട്ടയുടെ മുകളിലിട്ട് ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലാണ് ഇപ്പോൾ മേടിക്കുന്നതെങ്കിൽ അതിന് 650 രൂപയാണ് കേട്ടോ അവൾ പറയുന്നത്. പിന്നെ ഇതിപ്പം നമ്മൾ ബേസിനായിട്ട് മേടിക്കണോണ്ട് പാത്രത്തിന് വേറെ സെപ്പറേറ്റ് വിലയാണ്. അപ്പോൾ അതില്ലല്ലോ. അപ്പോൾ ബേസിനായതുകൊണ്ട് 600 രൂപ വെച്ചാണ് കേട്ടോ ഒരു ബിരിയാണി മേടിച്ചത്. അപ്പോൾ നമ്മൾ 15 പേർക്ക് ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ അപ്പോൾ ഒത്തിരി പേര് വന്നില്ലല്ലോ, അപ്പോൾ ഒത്തിരി ബാക്കിയുണ്ട് കേട്ടോ ബിരിയാണിയൊക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ചൊക്കെ എല്ലാവർക്കും കൊടുത്തൊക്കെ കിട്ടും. പക്ഷേ ബാക്കി ഒത്തിരി ഉണ്ട്. ഇനി ഒരാഴ്ചത്തേക്ക് ഇവിടെ ബിരിയാണി മാത്രം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലിരിക്കുന്നുണ്ട് ബിരിയാണികളിട്ട്. പിന്നെ ഒരു ബിരിയാണിക്കകത്ത് 3 പീസൊക്കെ ഉണ്ട് കേട്ടോ, ഒരു മുട്ട. അപ്പോൾ ആവശ്യത്തിലധികം നന്നായിട്ട് ബിരിയാണി ഉണ്ട് കേട്ടോ. പിന്നെ കേക്ക് ഇതായിരുന്നു. ഞാനിതിൻ്റെ സൈഡ് വ്യൂ ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. നല്ല പൊക്കമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിന്. പിന്നെ പുഞ്ചിയുടെ വേറൊരു ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയപ്പോൾ അത് കിട്ടും. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തത് ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഗിഫ്റ്റൊക്കെ കിട്ടിയത് ഇവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്കൊക്കെ പുഞ്ചിക്ക് എന്താ മേടിക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ട് കാശായിട്ടാണ് കേട്ടോ തന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കാശായിട്ട് തന്നു.